മലബാർ ക്യാൻസർ സെന്ററിൽ നിന്നും അത്ഭുതത്തിന് ചികിത്സ തേടി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരുടെ സംഗമം അമൃതം 2024 നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി സംഗമം ഉദ്ഘാടനം ചെയ്തു. അർബുദ ചികിത്സയ്ക്കായുള്ള ആധുനിക സംവിധാനങ്ങൾ നിലവിലുണ്ടായിട്ടും രോഗമുക്തിയെക്കുറിച്ചും അതിജീവനത്തെക്കുറിച്ചും സമൂഹത്തിലുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തുക, ശാസ്ത്രീയമായ അർബുദ ചികിത്സ സ്വീകരിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുന്ന സാഹചര്യം ഒഴിവാക്കുക, ചികിത്സയോടുള്ള ഭയം മാറ്റുക, ശാസ്ത്രീയമായ ചികിത്സയുടെ അതിജീവനം സാധ്യമാണെന്ന സന്ദേശം പകരുക തുടങ്ങിയ ലക്ഷ്യത്തോടു കൂടിയാണ് മലബാർ ക്യാൻസർ സെന്റർ കണ്ണൂർ ജില്ലാ പഞ്ചായത്തും തലശ്ശേരി നഗരസഭയും കണ്ണൂർ ജില്ലാ ക്യാൻസർ കൺട്രോൾ കൺസോർഷ്യവും സംയുക്തമായ അതിജീവനത്തിന്റെ ആഘോഷം അമൃതം 2024 സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അർബുദ ഗവേഷണത്തിനും അവയുമായി ബന്ധപ്പെട്ട നയരൂപീകരണത്തിനും നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന സ്ഥാപനമായി മലബാർ ക്യാൻസർ സെന്റർ മാറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ വർഷവും അമൃതം എന്ന പേരിലുള്ള ഈ ഒത്തുചേരൽ നാം നടത്താറുള്ളതാണ്. അർബുദത്തെ അതിജീവിച്ചവർക്ക് അവരുടെ അനുഭവങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാനുള്ള വേദിയായും അർബുദ ചികിത്സ നേടുന്നവർക്ക് ആത്മവിശ്വാസം പകരാനുള്ള ഉപാധിയായും അമൃതം എന്ന ഈ കൂട്ടായ്മ മാറിയിട്ടുണ്ട്. ആ നിലക്ക് ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ ധീരതയോടെ മറികടന്നു പോകാൻ, മുന്നോട്ടു പോകാൻ ഓരോ മനുഷ്യനും നാടിനാകെയും പ്രചോദനമാകുന്നതാണ് ഈ കൂട്ടായ്മ. പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവിതം തുടരുന്നതുപോലെ അർത്ഥപൂർണമായ മറ്റൊന്നില്ല എന്ന് പ്രശസ്ത ന്യൂറോ സർജനായ പോൾ കലാനിധി സ്വന്തം അർബുദ രോഗാവസ്ഥയെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ജീവിതത്തിൽ വളരെയേറെ സ്വപ്നങ്ങളുള്ള ആളുകളാണ് ഓരോ മനുഷ്യനും. അവ സാക്ഷാത്കരിക്കുന്നതിനായി യത്നിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു ഇടിത്തീ പോലെ ഒരു മാരക രോഗാവസ്ഥ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും ചടങ്ങിൽ ഓൺലൈനായി പങ്കെടുത്തു. മലബാർ ക്യാൻസർ സെന്റർ ഡയറക്ടർ സതീശൻ ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ, കഥാകൃത്ത് ടി പത്മനാഭൻ, ഡോക്ടർമാരായ സംഗീത നായനാർ, ശരത്, എ പി നീതു, ഫിൻസ് എം ഫിലിപ്പ്, നിസാമുദ്ദീൻ, ക്യാൻസർ സെന്റർ അഡ്മിനിസ്ട്രേറ്റർ ടി അനിത, KCC പ്രസിഡന്റ് നാരായണൻ പുതുക്കുടി തുടങ്ങിയവരും സംബന്ധിച്ചു.